കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം എങ്ങനെ പുരോഗമിക്കുന്നു വിഷ്ണു? ശരത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ചും ഇത്തരത്തിൽ ചർച്ചകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ അലയൻസുമായിട്ടുള്ള സീറ്റ് ധാരണകളൊക്കെ തന്നെ ഇപ്പോൾ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്നൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചേരും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ കാര്യത്തിലും ഉടൻ തന്നെ പ്രഖ്യാപനത്തിലേക്ക് പോകും. ഇനി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ദില്ലിയിലേക്ക് എത്തി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയതിന് ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു എവിടെ മത്സരിക്കണമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ഹൈക്കമാൻഡിനെ കൈക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ മത്സരിക്കണമെന്നൊരാവശ്യം വളരെ ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിലല്ല മത്സരിക്കേണ്ടത്, തെലങ്കാനയിൽ മത്സരിക്കണമെന്നതാണ് തെലങ്കാന PCC ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം കേരളത്തിലെ നേതാക്കൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്ന ഒരാവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു കാര്യം, അതായത് എവിടെ മത്സരിക്കണം എന്നുള്ളൊരു കാര്യം രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിന് വിടാനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആ ഒരു തീരുമാനത്തിലായിരിക്കും എവിടെ മത്സരിക്കണമെന്ന കാര്യം ഹൈക്കമാൻഡ് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലും ഏത് ശരി വിഷ്ണു, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിഷ്ണു ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സൂചിപ്പിച്ചത്. അതായത് BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വരും. അതിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടും എന്നുള്ളത് കൂടിയാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, വലിയ അത്ഭുതങ്ങളില്ല, കുറേ ദിവസങ്ങളായി ആ പേര് പറഞ്ഞു കേൾക്കുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്നൊരു വലിയ ഡെക്കറേഷനൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതാരാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഏതായാലും കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ പോകുന്നു എന്ന വിവരവും കഴിഞ്ഞ ദിവസങ്ങളായി അല്ലെങ്കിൽ ഇന്നലെയൊക്കെ മാധ്യമങ്ങളിലൊക്കെ പൊതുവിൽ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അങ്ങനെ ആലോചനകൾ മുന്നോട്ട് പോകുന്നു. തിങ്കളാഴ്ച പാർലമെൻ്ററി ബോർഡ് ചേരുന്നു എന്നൊക്കെ ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞിരുന്നു. അതിനുശേഷമാകും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. അതിൽ കേരളത്തിലെ കോൺഗ്രസ് മത്സരിക്കുന്ന 16 ലോക്സഭാ മണ്ഡലങ്ങൾ, അതിൽ 15 സിറ്റിംഗ് MP-മാരാണ്. ആലപ്പുഴയിൽ ആര് എന്നുള്ളതാണ് അറിയാനുള്ളത്, അതങ്ങനെ നിൽക്കുന്നു. അതുപോലെ കെ സുധാകരൻ കണ്ണൂരിലുണ്ടോ എന്നുള്ളതാണ്, പകരമാണെങ്കിൽ ആര് എന്നുള്ള കാര്യം നിൽക്കുന്നു. അതിലും ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. ജയന്തിൻ്റെ പേര് കെ സുധാകരൻ ശുപാർശ ചെയ്തതായിട്ട് വാർത്തകളിൽ കുറേ നാളുകളായിട്ടുണ്ട്. ഇപ്പോൾ അത് കൂടുതൽ ശക്തി ആർജിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കുമോ അതോ പകരം ആരെങ്കിലും? ഒരു വലിയ തർക്കം അക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. ജയന്തിൻ്റെ വിജയസാധ്യതയിൽ വലിയ സംശയമുള്ള കോൺഗ്രസിൽ തന്നെ വളരെ വിപുലമായൊരു വിഭാഗം വളരെ ശക്തമായി തന്നെ ജില്ലയിലും കണ്ണൂരിലും പൊതുവിൽ സംസ്ഥാനത്തുമുണ്ട് എന്നതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പട്ടിക, ആ പട്ടികയിൽ ആരൊക്കെയെന്ന ആകാംക്ഷ അങ്ങനെ നിൽക്കുകയാണ്.